ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ ആരെങ്കിലും വിറകടുപ്പിൽ അൽഫാം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? വളരെ സിമ്പിളാണ്. അതേ കൂട്ട് നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റിലാണ് നമുക്ക് കിട്ടുകയും ചെയ്യും. വെളിയിൽ ആരും ഇനിയിപ്പോൾ കല്ലൊന്നും കൂട്ടി റിസ്ക് ഒന്നും എടുക്കണ്ട. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. കുറച്ച് ഇൻഗ്രീഡിയൻസ് ആദ്യം തന്നെ പരിചയപ്പെടുത്താം. 1 ടീസ്പൂൺ പെരിഞ്ജീരകം വേണം, 2 ഏലക്ക, 1/2 ടീസ്പൂൺ കുരുമുളക്, 1 പട്ട, 3 ഗ്രാമ്പു, 2 തക്കോലം, 4 വറ്റൽമുളക്, കുറച്ച് ജാതിക്ക, പിന്നെ 1/2 ടീസ്പൂൺ മേത്തി ഇല എടുത്തിട്ടുണ്ട് കേട്ടോ. മറ്റേ നമ്മുടെ ഉലുവയുടെ ഇലയില്ലേ, ഉണക്കിയ, അതെടുത്തിട്ടുണ്ട്. അതില്ലാത്തവർ അത് ഒഴിവാക്കാം. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ നന്നായി സോട്ട് ചെയ്തെടുക്കാം. അതായത് ഒരുപാട് തീയിലിട്ട് മൂപ്പിച്ചെടുക്കരുത്, പെട്ടെന്ന് കരിഞ്ഞു പോവും. ജസ്റ്റ് നന്നായിട്ടൊന്ന് ആ ഒരു നല്ല സ്മെല്ലൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് മാറ്റാം. ഇനിയിപ്പം നന്നായിട്ട് ഇത് ചൂടാറിയതിന് ശേഷം പൊടിച്ചെടുക്കാം. നല്ല ഡ്രൈ ആയിട്ടുള്ള വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാത്ത ജാറിൽ വേണം കേട്ടോ പൊടിച്ചെടുക്കുക. ഇപ്പം അധികം പൊടിച്ച് വെച്ചാലും നമുക്ക് പിന്നീട് ഇത് കൂട്ട് അൽഫാം ഉണ്ടാക്കണമെങ്കിൽ വീണ്ടും എടുത്ത് പൊടിക്കേണ്ട ആവശ്യമില്ലല്ലോ. കണ്ടില്ലേ, നല്ല പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം കുറച്ച് വേറെ ഇൻഗ്രീഡിയൻസും കൂടെ വേണം. 3 കൊച്ചുള്ളി വേണം, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില, പിന്നെ 5 or 6 കാന്താരിമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് ഇപ്പോൾ എരിവ് കൂടുതൽ നിൽക്കുമ്പോൾ അത്ര ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ച ആ സ്പൈസസിൻ്റെ ആ പൊടിയില്ലേ, അതും കൂടെ എല്ലാം ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്തപ്പോൾ നമ്മൾ ഇത്തിരി പോലും വെള്ളം ചേർത്തിട്ടില്ലായിരുന്നു കേട്ടോ. ഇതെല്ലാം കൂടെ ഇനിയിപ്പം നമുക്ക് ഒരു ബൗളിനകത്തോട്ട് മാറ്റാം. അതിനകത്തോട്ട് ഇനിയിപ്പം 1/2 മുറി നാരങ്ങ മുഴുവനായിട്ടും പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ അൽഫാമിനുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ചിക്കനകത്ത് മാരിനേറ്റ് ചെയ്ത് വെക്കാമെന്നുള്ള പരിപാടിയേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് വലിയ 2 ലെഗ് പീസ് എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. മസാലയൊക്കെ നന്നായി ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. വരഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ച മസാല ഇട്ട് നന്നായി യോജിപ്പിക്കാം. ആ വരഞ്ഞ ഭാഗത്തോട്ടൊക്കെ നന്നായി മസാല തേച്ച് പിടിപ്പിക്കണം, എന്നെങ്കിൽ മസാല നന്നായിട്ട് ഇറങ്ങത്തുള്ളൂ കേട്ടോ. ഇതിപ്പോൾ നമ്മൾ രാത്രി മുഴുവനും നമ്മൾ ഫ്രീസറിനകത്താണ് വെക്കുന്നത്. പിറ്റേന്നാണ് ഇതെടുത്ത് ഗ്രില്ല് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ അടുപ്പിനകത്ത് നന്നായി വിറകൊക്കെ എരിച്ച് നല്ല കനലാക്കി വെക്കണം. കണ്ടില്ലേ, ഇതിപ്പം തീയെല്ലാം കെട്ട് നല്ല കനലായിട്ട് വരും. അപ്പോൾ മാത്രമേ നമ്മൾ ഗ്രില്ലെടുത്ത് വെച്ച് കുറച്ച് ബട്ടറും കൂടെ ഗ്രീസ് ചെയ്ത് കൊടുക്കാം. കാരണം ബട്ടർ ഗ്രീസ് ചെയ്യുന്നത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ മസാലയൊക്കെ അതിനകത്ത് നന്നായി ഒട്ടിപ്പിടിച്ച് ചിക്കൻ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്, അതിൻ്റെ പീസസൊക്കെ. കണ്ടില്ലേ, ഇതിപ്പം ഗ്രില്ലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ആ പീസ് നമുക്ക് വെച്ച് കൊടുക്കാം. 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തിരിച്ചിട്ട് ആവശ്യത്തിന് ബട്ടറും കൂടെ ഒന്ന് അപ്പുറമായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. കണ്ടില്ലേ, വീട്ടിൽ തന്നെ വിറകടുപ്പിൽ വളരെ എളുപ്പത്തിലാണ് നമ്മൾ അൽഫാം ഉണ്ടാക്കിയത്. സോ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്. ബൈ.